മോർണിംഗ്. അങ്ങനെ സ്കൂളും തുറന്ന് മഴക്കാലം തുടങ്ങിക്കോ. നല്ല മഴയാണോ, നല്ല മഴ. ഇനി ഫുള്ള് മഴ ഉണ്ടാവും. അതായത് മഴ ഇങ്ങനെ ഓരോ ട്രിപ്പായിട്ടാണ് മഴ പെയ്യുന്നത്. നല്ല മഴ. മഴ ഇങ്ങനെ കൊള്ളാൻ നല്ല രസമുണ്ട്. രാവിലെ തുടങ്ങിയ മഴയാണ് കേട്ടോ ഇത്. രാവിലെ തൊട്ട് തുടങ്ങിയ മഴ കേട്ടോ. രാവിലെ എന്ന് പറഞ്ഞാൽ 7:30 തുടങ്ങിയ മഴ. ഒരു ട്രിപ്പ് മഴ കഴിഞ്ഞു, അടുത്ത ട്രിപ്പ് തുടങ്ങി, വീണ്ടും മൂന്നാമത്തെ ട്രിപ്പ് ഇതാ പെയ്യുന്നു. ഭയങ്കര മഴ. ഇതാ മൂന്നാമത്തെ ട്രിപ്പാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സ്കൂൾ തുറന്നു, മഴയും തുടങ്ങി. പണ്ടൊക്കെ ഇങ്ങനെ മഴയുമ്പോൾ സ്കൂൾക്ക് പോകാണെങ്കിൽ എന്തോരം മടിയെന്ന് അറിയാം. അത് തോണി കടന്നു പോകണം. കാലം വന്നപ്പോഴൊക്കെ 2015 ഇപ്പോഴല്ലേ ബസ്സൊക്കെ വന്ന് ഞങ്ങളുടെ നാട്ടിൽ പുഴ കടന്ന് തോണി കടന്ന് അങ്ങനെയല്ലേ പോകണേ. മഴ ആയതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ മഴന്നിട്ട് പോകാനും ഇല്ല. അപ്പം നമുക്കിന്ന് ഉച്ചഭക്ഷണം ഉണ്ടാക്കുന്ന കുറച്ച് വിശേഷങ്ങൾ കാണാം കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അല്ലേ. അപ്പോൾ ഇതാ ഞാൻ നേരെ പുറത്തുനിന്ന് അകത്തേക്ക് കയറിയപ്പോൾ നല്ല അടിപൊളി പാട്ട് കേൾക്കുന്നുണ്ടോ അച്ഛൻ്റെ റൂമിൽ നിന്ന്. അച്ഛൻ്റെ റേഡിയോ നന്നായിട്ട് നല്ല സൂപ്പറായിട്ട് പാടുന്നുണ്ട്. ഇത് നന്നായിട്ട് തുറന്ന് വെച്ച അടുക്കളയ്ക്ക് വരെ കേൾക്കും കേട്ടോ. അപ്പോൾ ഏതാ പാട്ടെന്നറിയോ? ചന്ദ്രകളഭം ചാർത്തി ഉറങ്ങും തീരം. ആ പാട്ട് നല്ല അർത്ഥമുള്ള പാട്ടല്ലേ. ഞാൻ കുറച്ച് നേരം ആ പാട്ട് ഇങ്ങനെ കേട്ട് നിന്നു കേട്ടോ. പിന്നെ നമുക്ക് നേരെ ഇനി ഉച്ചഭക്ഷണം ഉണ്ടാക്കാം. അതിൻ്റെ മുൻപ് ഞാൻ സാധനം കാണിച്ചു തരാം കേട്ടോ. അതായത് കണ്ടോ, മാങ്ങ പഴുപ്പിക്കാൻ വെച്ചതാണ് കേട്ടോ. ഞാൻ ഒളോർ മാങ്ങയാണ് കേട്ടോ ഇത്. ഇതിപ്പോൾ ഇതാ ഞാനൊരു ചാക്ക് വിരിച്ചിട്ട് അതിൽ നിരത്തി വെച്ചതാണ് കേട്ടോ. ശരിക്കും ഇങ്ങനെയല്ല പഴുപ്പിക്കാൻ വെക്കുക. നല്ല കണിക്കൊന്നേൻ്റെ ഇല വെച്ചിട്ട് അതിൽ പഴുപ്പിക്കാൻ വെച്ചാലേ നല്ല കളറും ഉണ്ടാവും, നല്ല മധുരവും ഉണ്ടാവും. ഇവിടെ പിന്നെ ഏറ്റവും കൂടുതൽ മാങ്ങ കഴിക്കുന്നത് ഞാൻ തന്നെയാണ് കേട്ടോ. സ്റ്റോർ റൂം തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ്, മാങ്ങേൻ്റെ ഒരു മണം. അപ്പോൾ ഇന്നത്തെ ഉച്ചഭക്ഷണം എന്താണെന്ന് വെച്ചാൽ ചോറ് അരി അടുപ്പത്തിട്ടിട്ടുണ്ട് കേട്ടോ. കറി എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ആയിട്ടുള്ള കറിയാണ് കേട്ടോ. അതായത് പടവലങ്ങ പരിപ്പിട്ട് കറി വയ്ക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇവിടെ ഇത് അപൂർവമാണ് കേട്ടോ. ഇവിടെ അധികം പരിപ്പിൽ പീച്ചങ്ങിട്ടാണ് കേട്ടോ കറി വയ്ക്കുക. അപ്പം ഞാനിത് ആ പരിപ്പൊക്കെ കഴുകി കുക്കറിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുക്കർ 2 വിസിൽ വന്നപ്പോഴേക്കും ഞാൻ ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി പടവലങ്ങ കഴുകിയിട്ടൊന്ന് മുറിച്ചെടുക്കാനുണ്ട്. പക്ഷെ അതിൻ്റെ മുൻപ് ഇതാ നല്ല ചക്കപ്പുഴുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അമ്മ. ഇവിടുത്തെ ഭാഷയിൽ പറഞ്ഞാൽ ചക്ക പുഴുങ്ങുക, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ചക്ക കൂട്ടാൻ വയ്ക്കുക. അപ്പോൾ എൻ്റെ ഭാഷയിൽ തന്നെ പറയാം, നല്ല ചക്ക കൂട്ടാനും നല്ല ചമ്മന്തി. ശരിക്ക് ഇതിലേക്ക് നല്ല മത്തി മുളകിട്ട കറിയാണ് വേണ്ടത്. പക്ഷേ ഇപ്പോൾ 2-3 ദിവസമായിട്ട് മീൻ കിട്ടാറില്ല കേട്ടോ. അപ്പോൾ ഒരു 11 മണിയൊക്കെ ആയപ്പോൾ ദാ നല്ല ചക്ക കൂട്ടാനും ചമ്മന്തിയും കട്ടൻ ചായയും കഴിക്കുകയാണ് കേട്ടോ. സാധാരണ ഞാനങ്ങനെ ചായ കുടിക്കാറില്ല കേട്ടോ. ഇങ്ങനെ ചക്കയൊക്കെ കൂട്ടാൻ വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് കട്ടൻ ചായ അതിൻ്റെ കൂടെ കഴിക്കാൻ. പിന്നെ ഇവിടെ ചക്കക്കാലമായാലും പിന്നെ അധിക ദിവസം ചക്ക ഉണ്ടാക്കാറുണ്ട് കേട്ടോ. നല്ല കൂട്ടാൻ വെക്കാറുണ്ട്. കാരണം എല്ലാവരും ചക്കേൻ്റെ ആൾക്കാരാണ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടമാണ്. എൻ്റെ മുന്നിലൊരു കുന്തം പോലെ നിൽക്കുന്ന സാധനം കണ്ടോ, അത് തേങ്ങ ചിരകുന്ന ചിരവയാണ് കേട്ടോ. അത് ചിരവേൻ്റെ സ്റ്റാൻഡാണ്. പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ ചായ കുടിക്കുന്നത്. എൻ്റെ കൂടെ അമ്മയുണ്ട്. അമ്മ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാനതിങ്ങനെ കേൾക്കുന്നുണ്ട്. അതൊക്കെ കേട്ട് ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ ചക്കക്കൂട്ടാനും ചായയൊക്കെ കഴിച്ചത് കഴിഞ്ഞിട്ട് ഇതാ പടവലങ്ങ ഇതാ ചെറിയ കഷ്ണങ്ങളാക്കി ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 തക്കാളി അരിഞ്ഞിട്ടുണ്ട്, എരിവുള്ള 2 പച്ചമുളകുണ്ട്, കറിവേപ്പിലുണ്ട്, പിന്നെ ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതുകൊണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി ഇതാ ഒരു മൺകലത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി, പാകത്തിന് ഉപ്പും പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ച് വേവിക്കുകയാണ് കേട്ടോ. അധികം പേരും പരിപ്പിൻ്റെ കൂടെ തന്നെ ഇതെല്ലാം കൂടി ഇട്ടിട്ട് അങ്ങനെ വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുക. പക്ഷേ അങ്ങനെ വയ്ക്കുമ്പോൾ പരിപ്പും ഈ കഷ്ണങ്ങളൊക്കെ വെന്തലിഞ്ഞു പോകും. അപ്പോൾ പിന്നെ ഈ കഷ്ണങ്ങളൊന്നും നമുക്ക് കഴിക്കാൻ കിട്ടില്ല, ആകെ ഒരു കുഴമ്പ് രൂപത്തിലായിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ കേട്ടോ വെക്കാറ്. അപ്പോൾ ദാ എല്ലാം ഇട്ടു, എല്ലാ പൊടികളും ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വയ്ക്കാം കേട്ടോ. മൺകലത്തിൽ വെച്ചാൽ തന്നെ നല്ല ടേസ്റ്റല്ലേ. അപ്പോൾ അതൊന്ന് വെന്ത് വരുമ്പോഴേക്കും ഇതാ ഉപ്പേരിക്ക് ഇന്ന് കോവയ്ക്കാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് അരിഞ്ഞെടുക്കട്ടെ. പുറത്ത് നല്ല മഴയാണ് കേട്ടോ.
രാവിലെ തുടങ്ങിയ മഴ ഇനിയും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഞാനിതങ്ങനെ മഴ ഇങ്ങനെ കണ്ട് ആസ്വദിക്കാം. മഴ എന്ന് പറയുന്നത് മലയാളികളുടെ ഒരു വികാരമാണല്ലോ അല്ലേ. മഴക്കാലം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഈ പ്രളയം സുനാമിയൊക്കെ വരുമ്പോഴൊക്കെയാണ് പേടി. അതൊക്കെ പേടിയാണ്. വീടൊന്നും ഇല്ലാത്തവർക്ക് മഴക്കാലമൊക്കെ ഭയങ്കര പേടിയായിരിക്കൂലേ. അങ്ങനെ ഞാൻ കോവയ്ക്ക അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടുപ്പത്ത് പടവലങ്ങ അങ്ങനെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ചോറ് വാർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നാളികേരം അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ പടവലങ്ങയൊക്കെ തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. പരിപ്പ് ഒഴിച്ച് കൊടുത്ത് ഒന്ന് തിളച്ച് വരുമ്പോൾ നല്ല മഷി പോലെ അരച്ചെടുത്ത നാളികേരം അതും ഒഴിച്ച് പാകത്തിന് കറിയാക്കി അതൊന്ന് തിളച്ച് വരുമ്പോൾ വാങ്ങി വെച്ചിട്ട് കടുകും കറിവേപ്പിലയും വറ്റൽമുളകൊക്കെ ഇട്ടിട്ടാണ് വറുത്തിടും കേട്ടോ. അത്രയേ ഉള്ളൂ പടവലങ്ങ പരിപ്പ് കറി. ഞാനിങ്ങനെയാണ് ഉണ്ടാക്കാറ്. ഇപ്പോൾ ഞാൻ കോവയ്ക്ക അരിയുന്നതിൻ്റെ ഇടയ്ക്കാണ് കേട്ടോ ഈ കറിയൊക്കെ ശരിയാക്കിയത്. അപ്പോൾ കോവയ്ക്ക ഇങ്ങനെ കുനുകുനേ അരിയുമ്പോൾ എനിക്കൊരു പേടി, കത്തി എങ്ങാനും കയ്യിൽ തട്ടുമോ. അതുകൊണ്ട് ഫിംഗർ ഗ്ലൗസ് ഇട്ടതാണ് കേട്ടോ. ഇതാകുമ്പോൾ പിന്നെ എത്ര പെട്ടെന്ന് അരിയാന്നറിയോ. ചെറുതാക്കി കനം കുറച്ചിങ്ങനെ അരിഞ്ഞാൽ നല്ല ടേസ്റ്റായിരിക്കും വെച്ചാൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കോവയ്ക്ക ഉപ്പേരി വെക്കുന്നതല്ല, അല്ലെങ്കിൽ എനിക്കിഷ്ടം തന്നെയാണ് കേട്ടോ. അപ്പോൾ കുനുകുനേ ഇങ്ങനെ കോവയ്ക്ക അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ വോയിസ് കൊടുക്കുമ്പോഴും മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ പടവലങ്ങയും പരിപ്പൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നാളികേരം മഷി പോലെ അരച്ചെടുത്തത് ഒഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ നാളികേരം അരച്ചതും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് തിളച്ച് വന്നിട്ട് സംഭവം വറുത്തിടുകയാണ് കേട്ടോ. അങ്ങനെ കറി സെറ്റായിട്ടുണ്ട്. അങ്ങനെ കറിയൊക്കെ വറുത്തിട്ടിട്ടുണ്ട്. ഇനി അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ കോവയ്ക്ക ഉപ്പേരി വയ്ക്കുകയാണ് കേട്ടോ. അതും ഒന്ന് കടുക് വറുത്ത് റെഡിയാക്കി. എല്ലാം അടുപ്പത്ത് തന്നെയാണ് കേട്ടോ പാചകം ചെയ്യാറ്. അധികം അടുപ്പത്ത് തന്നെയാണ് കേട്ടോ വയ്ക്കുക. നമ്മൾ അടുപ്പിൽ വയ്ക്കുമ്പോൾ തന്നെയാണ് അതിന് ടേസ്റ്റ് ഉണ്ടാവുക. ഗ്യാസ് അപൂർവമായിട്ടേ ഉപയോഗിക്കാറുള്ളൂ. അധികം കുക്കർ വയ്ക്കുമ്പോഴും പിന്നെ ചായ ഉണ്ടാക്കാനാണ് അധികം ഗ്യാസ് ഉപയോഗിക്കാറ് കേട്ടോ. അങ്ങനെ എളുപ്പത്തിൽ എൻ്റെ കോവയ്ക്ക ഉപ്പേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനൊരു സാധനം കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ. ഇത് അമ്മ കഴിഞ്ഞ ആഴ്ച ഗുരുവായൂർ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മേനോട് ഞാൻ പ്രത്യേകം പറഞ്ഞ് കൊണ്ടുവരിച്ചതാണ്. ഇങ്ങനത്തെ ചെറിയ പപ്പടമുണ്ട്, പിന്നെ വലിയ പപ്പടം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ചപ്പാത്തിൻ്റെ അത്ര വലുപ്പത്തിൽ. ആ പപ്പടമൊക്കെ ഞങ്ങൾ 2 ദിവസം കൊണ്ട് തന്നെ പൊരിച്ച് കഴിഞ്ഞു കേട്ടോ. പിന്നെ ഈ കുഞ്ഞിപ്പപ്പടമായിരുന്നു ബാക്കി ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ കുഞ്ഞിപ്പപ്പടം കൂടെ ഞാൻ പൊരിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇന്ന് മീനില്ലാത്തതിനോണ്ട് ഒരു ഓംലെറ്റും കൂടെ അടിച്ചെടുക്കണം എന്നുണ്ട്. അപ്പോൾ എൻ്റെ കോവയ്ക്കത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ നാളികേരമൊക്കെ ചതച്ചിട്ടിട്ട് തോരൻ പോലെ വെച്ചതാണ് കേട്ടോ. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കറി പടവലങ്ങയും പരിപ്പ് കറി. ഇത് കാണുമ്പോൾ തന്നെ ചോറുണ്ണാൻ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ ഇടയ്ക്ക് ഓംലെറ്റൊക്കെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ വേഗം ചോറിനട്ടെ കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ലഞ്ച്. ചോറ്, എൻ്റെ ഇഷ്ടപ്പെട്ട പടവലങ്ങ പരിപ്പ് കറി, പിന്നെ ചക്കയിലേക്ക് ഉണ്ടാക്കിയിരുന്ന ചമ്മന്തി ഉണ്ട്, പിന്നെ കുഞ്ഞു ഗുരുവായൂർ പപ്പടം ഉണ്ട്, പിന്നെ ഒരു ഓംലെറ്റ് ഉണ്ട്, പിന്നെ കോവയ്ക്ക തോരനും ഉണ്ട് കേട്ടോ. പിന്നെ എന്തിനാലേ മീനൊന്നും ഇല്ലെങ്കിലും നമ്മൾ ഭക്ഷണം കഴിക്കും. നമുക്ക് ഈ ഭക്ഷണം തന്നെ ആർഭാടാണ് കേട്ടോ. നമ്മളൊരു ചമ്മന്തിയും കുട്ടിയാണെങ്കിലും ചോറ് കഴിക്കും, ചമ്മന്തിയും കുട്ടിയാണെങ്കിലും കഞ്ഞി കഴിക്കും. കഞ്ഞിയായാലും പ്രശ്നമല്ല, ചോറായാലും പ്രശ്നമല്ല. ഒരു മീൻകറിയും ചോറും കിട്ടിയാൽ സന്തോഷം, ഒരു ചമ്മന്തിയും കഞ്ഞിയും കിട്ടിയാലും സന്തോഷം. അതിലേറെ കിട്ടുന്നതൊക്കെ ആർഭാടം തന്നെയാണ്. അപ്പോൾ നല്ല ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ ഭക്ഷണം കഴിക്കുന്നത്. എൻ്റെ കൂടെ അമ്മയുണ്ട് കേട്ടോ. അമ്മ അപ്പുറത്തിരിക്കുന്നുണ്ട്. അമ്മേനോട് ഓരോന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത് കേട്ടോ. പിന്നെ മഴ ഇപ്പോഴും ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ രാവിലെ തൊട്ടേ തുടങ്ങിയ മഴയാണ്. അതിങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഉച്ചഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞു. അടുക്കളപ്പണിയെല്ലാം ഒരുങ്ങി. ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ നേരെ റൂമിലെത്തിയിട്ടുണ്ട് കേട്ടോ. റൂമിൽ വന്നാൽ പിന്നെ ഒന്ന് ഫ്രഷ് ആവുകയാണ്. കാരണം മുടി രാവിലെ എങ്ങനെ ഉണങ്ങിയ തോർത്ത് കൊണ്ടുകൊണ്ട് ചുറ്റിക്കെട്ടിയിട്ടാണ് അടുക്കളപ്പണിക്ക് ഒരുങ്ങുക. പിന്നെ ഉച്ചഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഈ കെട്ടൊന്ന് അഴിക്കുക കേട്ടോ. ഇങ്ങനെ മുടി ഒന്ന് ഫ്രഷ് ആക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അരമണിക്കൂർ വിശ്രമമാണ് കേട്ടോ. വിശ്രമം എന്ന് പറഞ്ഞാൽ ഉറങ്ങുന്നല്ല, എനിക്കിഷ്ടപ്പെട്ട യാത്രാ ചാനലുകളുണ്ട്, അത് കണ്ടങ്ങനെ ഇരിക്കും. നമ്മൾ കാണാത്ത എത്ര സ്ഥലങ്ങളാണ് നമുക്ക് ഈ ചാനലിലൂടെ കാണാൻ കഴിയുന്നത്. അത് തന്നെ ഒരു ഭാഗ്യമല്ലേ. അല്ലെങ്കിൽ തന്നെ ഞാനൊരു യാത്രാ പ്രേമിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഡെയിലി റുട്ടീൻ കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. എൻ്റെ കുഞ്ഞു വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക്